ദേവാരാധന പോലെ തന്നെ വീരാരാധനയിലും പഴയ തലമുറ ശ്രദ്ധിച്ചിരുന്നു. കൊല്ലം ജില്ലയിൽ മലനട എന്ന സ്ഥലത്ത് ദുര്യോധന ക്ഷേത്രമുണ്ട്. മലബാറിൽ തെയ്യം നടത്തുമ്പോൾ അതിൽ ധാരാളം വീരന്മാരെ കെട്ടിയാടാറുണ്ട്. ചില പ്രദേശങ്ങളിൽ ആ പ്രദേശത്തിൻ്റേത് മാത്രമായ ദേവന്മാരുണ്ടായത് ഇങ്ങനെയാണ്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയിലേക്ക് പോകാം. അതിപുരാതന കാലം മുതൽ കാർഷിക ദേവതയായി സങ്കല്പിച്ചാണ് ഭാരതത്തിലെ ജനങ്ങൾ കാളി പൂജ തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു. കാളി പൂജയോടെ മണ്ണിലെറിയുന്ന വിത്തുകൾ പാകമായി വിളവിന്റെ ആദ്യഫലം ദേവിക്ക് സമർപ്പിച്ച് കൊയ്ത്തുത്സവങ്ങൾ ആരംഭിക്കുമ്പോൾ ദേവിയുടെ തിരുമുമ്പിലും ഉത്സവങ്ങൾ ആരംഭിക്കുകയായി. ഇങ്ങനെ കാളി പൂജയുടെ വിവിധ സംസ്കാരങ്ങൾ ആദ്യകാലം മുതലേ ഭാരതത്തിന്റെ പല പ്രദേശങ്ങളിലും നിലനിന്നിരുന്നു. സ്ത്രീ എന്നും ശക്തിയുടെ പ്രതീകമായതുകൊണ്ട് ആദ്യകാലം മുതലേ സ്ത്രീയെ ദേവതയായി ആരാധിച്ചു പോകുന്നു. കാർഷിക ദേവത, ഐശ്വര്യ ദേവത, വിദ്യാദേവത, ശക്തി ദേവത, അങ്ങനെ ദേവി വിവിധ ഭാവങ്ങളിൽ ശക്തി സ്വരൂപിണിയായി സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. മഹിഷാസുരമർദ്ദിനിയായിട്ടാണ് ഭാരതത്തിൽ പലയിടത്തും കാളിയെ സങ്കല്പിച്ചു വരുന്നത്. പക്ഷേ കേരളത്തിൽ ദാരിക നിഗ്രഹത്തിനായി ശിവചൈതന്യത്തിൽ നിന്ന് അവതരിച്ച ഉഗ്രരൂപിണിയാണ് കാളി ദേവി. ദ്രാവിഡ സംസ്കാരത്തിന്റെ ആരംഭം മുതൽ തുടർന്നു വരുന്ന കാളി പൂജകൾ മിക്കപ്പോഴും അതിപുരാതനമായ ആചാരാനുഷ്ഠാനങ്ങൾ തന്നെ പിന്തുടരുന്നു എന്നതാണ് സത്യം. ഇവിടെ ചിറയൻകീഴ് ശാർക്കര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലും നിലനിൽക്കുന്നത് നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ ആചാരാനുഷ്ഠാനങ്ങൾ തന്നെയാണ്. ജഗന്മാതർ മഹാലക്ഷ്മി നമോസ്തുതേ. കുഞ്ചമനോഹര പാദചലന്മണി നൂപുരഹംസ വിരാജിതേ കഞ്ചഭവാദിസുരൗഖ പരിഷ്ടുതലോക വിസ്തൃത്വര വൈഭവേ മഞ്ജുളവാഗ്മയ നിർജിത ക്ഷീരകലേ ചലരാജസുകന്യകേ പാലയ ഹേ ലളിതാ പരമേശ്വരി മാമ. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനടുത്തായി വിശാലമായ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ശാർക്കര ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഈ ദേശത്തിന്റെ കലയുടെയും സംസ്കാരത്തിന്റെയും പ്രതീകം കൂടിയാണ്. കലയുടെ കേദാരഭൂമിയായ ചിറയൻകീഴിലെ മണ്ണിലെ മനുഷ്യരെ ജാതിമത ചിന്തകൾക്കപ്പുറം നിത്യവും വിശുദ്ധവുമായ ആത്മസ്വരൂപങ്ങളായ മനുഷ്യരാണ് തങ്ങളെന്ന് തിരിച്ചറിയിപ്പിച്ചത് തലമുറകളായി മാതൃകാപരമായ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്ന ശ്രീ ശാർക്കര ഭദ്രകാളി ക്ഷേത്രം തന്നെയാണ്.
ഈ ഭൂമിയിലെ കാളി നാടകങ്ങൾ അരങ്ങേറുമ്പോൾ അണിയറയിൽ സർവ്വമതങ്ങളും ഒരുമിച്ച് കൈകോർത്ത് ദേവീ ചൈതന്യം അടുത്തറിഞ്ഞ് ആത്മവിശുദ്ധി നേടുന്നു. തിരുവിതാംകൂറിന്റെ മണ്ണിലെ കാളിയൂട്ടുത്സവങ്ങളുടെ ചരിത്രപ്പെരുമയാൽ പ്രസിദ്ധമായ ശാർക്കര ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിന്റെ ചരിത്രകഥ വില്ലുമംഗലം സ്വാമിയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഒരിക്കൽ വില്ലുമംഗലം സ്വാമി വിഷ്ണു പ്രീതിക്കും ഭദ്രകാളി പ്രീതിക്കുമായി ഒരു യാഗം നടത്തി. വിഷ്ണുവിന്റെയും ഭദ്രകാളിയുടെയും സാന്നിധ്യമില്ലാത്തതിനാൽ യാഗം തടസ്സപ്പെട്ടു. ദേവിയെയും ദേവനെയും അന്വേഷിക്കാനായി വില്ലുമംഗലം യാത്ര തിരിച്ചു. യാത്രക്കിടയിൽ ഒരു കടമ്പ് വൃക്ഷത്തിന് മുകളിലായി വിഷ്ണു ഭഗവാനെ കാണുന്ന വില്ലുമംഗലം കുട്ടിയുടെ രൂപത്തിൽ താഴെ നിൽക്കുന്ന ഭദ്രകാളിയെയും കാണുന്നു. വില്ലുമംഗലത്തിന്റെ സാന്നിധ്യമറിഞ്ഞ ദേവി ഉടൻ തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷയാവുകയും ചെയ്തു. വില്ലുമംഗലം ദേവിയെ കണ്ടെത്തുവാനുള്ള യാത്ര തുടരവേ ഒടുവിൽ ശാർക്കര പരിസരമായ ചക്കയിർമത്ത് വെച്ച് ദേവിയെ വീണ്ടും കാണാനിടയായി. അവിടെ മണൽപ്പരപ്പിൽ പുലയക്കുട്ടികളോടൊപ്പം ദേവി ആർത്തുല്ലസിക്കുന്ന കാഴ്ചയാണ് വില്ലുമംഗലം കണ്ടത്. ആ കാലഘട്ടത്തിൽ ധാരാളം വ്യാപാരികൾ ആലങ്ങാട്ട് നിന്നും പരവൂരിൽ നിന്നും ആ വഴി സഞ്ചരിക്കുമായിരുന്നു. വ്യാപാരികൾ തലയിലേന്തിയ വലിയ ശർക്കര ഭരണികൾ ഇറക്കി വെച്ച് വിശ്രമിക്കുന്ന സമയമായിരുന്നു അപ്പോൾ. വില്ലുമംഗലത്തിനെ കണ്ട ദേവി വീണ്ടും അപ്രത്യക്ഷയായി. ഒടുവിൽ നിരനിരയായിരിക്കുന്ന വലിയ ശർക്കര ഭരണികളിൽ ഒന്നിൽ ദേവിയുടെ സാന്നിധ്യം മനസ്സിലായ വില്ലുമംഗലം അതൊരു പുണ്യസങ്കേതമാണെന്ന് കൽപ്പിക്കുന്നു. പിൽക്കാലത്ത് അവിടെ ക്ഷേത്രം പണിയുകയും വാൽക്കണ്ണാടി രൂപത്തിലുള്ള ശിലാവിഗ്രഹത്തിൽ ദേവീ ചൈതന്യം ശ്രീഭദ്രയായും ദുർഗാദേവിയായും ഭക്തജനങ്ങളിൽ അനുഗ്രഹം ചൊരിഞ്ഞു പോരുകയും ചെയ്യുന്നു. ഭരണിയിലൊളിച്ച ദേവിക്ക് ഭക്തജനങ്ങൾ ജന്മനാളായി സങ്കല്പിച്ച് ആഘോഷിക്കുന്നതും ഭരണി നാൾ തന്നെയാണ്. നാഗരിക സംസ്കാരങ്ങളിൽ നിന്നും മാറി ഗ്രാമീണ സംസ്കാരങ്ങളിലാണ് എന്നും കാളീദേവി നിറഞ്ഞു നിൽക്കുന്നതും കാളി പൂജയുമായി ബന്ധപ്പെട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കുന്നതും. കടും നിറങ്ങളിൽ കളമെഴുതിയും പാടിയും തെയ്യക്കോലങ്ങൾ കെട്ടി ആടിയും തോറ്റം പാട്ടുകളുടെ താളത്തിൽ കാളീചരിതങ്ങൾ പറഞ്ഞും അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ദ്രാവിഡ സംസ്കൃതി നിറഞ്ഞു നിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ് കാളീക്ഷേത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ശ്രീ ശാർക്കര ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രാചീന കാലം തൊട്ട് നിലനിൽക്കുന്ന ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളുണ്ടെങ്കിലും ഇവിടെ ദേവിയുടെ ഏറ്റവും വലിയ മഹോത്സവം കാളിയൂട്ട് മഹോത്സവം തന്നെയാണ്. ശാർക്കര കാളിയൂട്ടിൻ്റെ ചരിത്രം തുടങ്ങുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൽ നിന്നാണ്. ശാർക്കര കാളിഭക്തനായിരുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുവാനുള്ള പുറപ്പാടിലായിരുന്നു. കായംകുളം രാജാവിൻ്റെ സൈനിക ബലത്തിൽ അസ്വസ്ഥനായ മാർത്താണ്ഡവർമ്മ തനിക്ക് യുദ്ധത്തിൽ വിജയം കൈവരിക്കാൻ ശാർക്കര കാളിയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദേവിക്ക് മുന്നിൽ കാളിയൂട്ട് ചടങ്ങുകൾ നേർച്ചയായി സമർപ്പിക്കാമെന്ന പ്രാർത്ഥനയിൽ പോകുന്ന മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവിനെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ ദേവിയോടുള്ള ഭക്തിയാൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ക്ഷേത്രത്തിൽ കാളിയൂട്ട് എന്ന ചടങ്ങ് തുടങ്ങിവെച്ചത്. പിന്നീടുള്ള തലമുറകൾ അത് ഏറ്റെടുത്ത് ഇന്നും വ്രതം നോറ്റ്
പ്രദേശത്തെ സർവ്വമതസ്ഥരും ഒരേ ആത്മതാളത്തിൽ 9 ദിവസത്തെ ആചാരാനുഷ്ഠാനങ്ങളോടെ കാളിയൂട്ട് മഹോത്സവം നടത്തിവരികയും ചെയ്യുന്നു. വാൽക്കണ്ണാടി രൂപത്തിലുള്ള ശാർക്കര ഭദ്രകാളി പ്രതിഷ്ഠയിലേക്ക് നോക്കുമ്പോൾ മായക്കണ്ണാടിയിലെന്ന പോലെ ദേവിയുടെ ഒരു പകുതി മുഖം ശാന്തരൂപിണിയായ ദുർഗയാണ്, മറുപകുതിയിൽ രൗദ്രഭാവമുള്ള കാളി. ദുർഗ വാത്സല്യാമൃതത്താൽ ഭക്തമനസ്സുകളെ ധന്യമാക്കുമ്പോൾ കാളി 1000 കൈകൾ ചൂണ്ടി ഉള്ളിലെ അഹങ്കാരത്തെ ഭസ്മീകരിച്ച് നന്മയുടെ ലോകങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. പൂജാനേരങ്ങളിൽ ചിലപ്പോഴൊക്കെ ദേവിയുടെ മുക്കുത്തിക്കല്ലിന് പച്ച നിറം, ചിലപ്പോൾ ചുവപ്പ് നിറം. ഇവിടെ ദേവി ദുർഗയും കാളിയുമായി മാറുന്നു. ദേവിയുടെ മുഖത്ത് മിന്നി മിന്നി മറയുന്ന മായാരൂപങ്ങൾ കേവലം മനുഷ്യജന്മങ്ങളായ നമുക്കൊക്കെ എങ്ങനെയാണ് നിർവചിക്കാൻ കഴിയുക? പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഏതോ ഒരു ആനന്ദം ഉള്ളിൽ നിറയുമ്പോൾ അമ്മേ ദേവി, ഞാൻ തിരിച്ചറിയുന്നു, ലോകത്തിലെ ഏറ്റവും സ്വസ്ഥമായ ഇടം നിന്റെ തിരുസന്നിധി തന്നെയാണെന്ന്. ഓരോ ജീവിതത്തിനും ഓരോ താളമുണ്ട്. ആ താളം പരസ്പരം ഇണങ്ങുമ്പോഴാണ് നല്ല ബന്ധങ്ങൾ രൂപപ്പെടുന്നത്. ഈ താളം ഏറെക്കുറെ നമുക്ക് തന്നെ ക്രമീകരിക്കാനാകും. അതുകൊണ്ട് നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിക്കാനും നിലനിർത്താനും നമുക്ക് കഴിയും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.